വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ചില ആളുകള് അവർക്ക് വന്നതായിരിക്കുന്ന ദോഷങ്ങൾ തന്നെ ആ ദോഷങ്ങളെ തീർക്കുന്നതിന് വേണ്ടി ചില കർമ്മികളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു വിഷമം വന്നു, ആ വിഷമം എന്താണെന്ന് കണ്ടറിഞ്ഞ് തീർക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചില കർമ്മികളെയോ മറ്റോ സമീപിക്കുമ്പോൾ അവര് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതും ചിലപ്പോൾ ഒരു ചരട് ജപിച്ചു കൊടുക്കലായിരിക്കും. ഒരു ചരട് ജപിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് ഭസ്മം കൊടുക്കും, അല്ലെങ്കിൽ നെറ്റത്തിൽ കുറിയിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ തീരുന്നാവും ചില വ്യക്തികളുടെ ധാരണ. അപ്പൊ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അവർക്കാണെങ്കിൽ സന്തോഷമായി, ഒരു ചരടും കൊടുത്തു, കുറച്ച് ഭസ്മം ഇട്ടു, ഒന്നും ഉണ്ടാവില്ല ഏട്ടാന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസത്തിൽ അവരങ്ങനെ പോകും. വീട്ടിലെത്താനുള്ള സമയമായിട്ടുണ്ടാവില്ല, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സമാധാനം എന്ന് പറയുന്ന അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഈ വ്യക്തിയുടെ ശരീരത്തില് എന്താണെന്നോ ഏതാണെന്നോ അറിയാതെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ചിലപ്പോ ഒന്നുകിൽ അദ്ദേഹം പേടിച്ചിട്ടുള്ളതായിരിക്കും, അത് ശക്തമായിരിക്കുന്നതായ ചില പ്രേതദോഷങ്ങളോ. ആ പ്രേതദോഷം എന്ന് പറഞ്ഞാൽ ഒന്നാവില്ല. ചില ദുർമരണപ്പെട്ടിരിക്കുന്ന ചില പ്രേതാത്മാക്കള് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങള് അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനോ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ അതിന് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തിയുടെ ബന്ധുമിത്രാദികള് ഇതിന്റെ ആത്മാവിന് കർമ്മം ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൽ ആരുമില്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആവുമ്പോൾ ആ പ്രേതാത്മാക്കള് വളരെ ദുരിതത്തോടുകൂടി ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകവര്. അതിന് കൃത്യമായിട്ട് കർമ്മം ചെയ്യാത്ത പക്ഷം അത് പൈശാചികമായിട്ടുള്ള ഭാവത്തോടു കൂടി നടക്കുക. അപ്പൊ അതിലുണ്ടാവും ക്യാപ്റ്റൻ. ആരാണ് ഏറ്റവും വലിയ ദുരിതങ്ങൾ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ടീമോട് കൂടിയിട്ട് ചേരുന്ന. അപ്പൊ ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടായിരിക്കും, അതിലാണ് വന്ന് ചേരുക. അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ആ ടീം എങ്ങനെയാന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ നിന്ന് അവരുടെ രക്തം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ രക്തം ഉറ്റി കുടിക്കുന്ന സ്ട്രോ ഒന്നും വെക്കണ്ട, അവരുടെ സാന്നിധ്യം ഉണ്ടായാൽ മതി. അത് വന്നിട്ടുള്ള ആള് ഈ തിക്കണ്ണി വെട്ട മരം പോലെ ഉണങ്ങി പോകും. അപ്പൊ ഈ പ്രേതാത്മാക്കള് പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാല്, അതായത് അവര് വരുന്ന സമയമുണ്ട്. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കറണ്ടൊന്നും ഇല്ലാതെ കൂടുതൽ ഇരുൾ മൂടിയ ഭാഗങ്ങള്, അതേപോലെ ഒറ്റപ്പെട്ട വീടുകള്, കാട്ടുപ്രദേശങ്ങള്, അവിടൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ പ്രേതാത്മാക്കള് മരണപ്പെട്ടു പോയിട്ടുള്ള സ്ഥലത്ത് എന്തായാലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ എത്ര കറണ്ട് വന്നാലും ശരി, അത് അവരവിടെ ഉണ്ടായിരിക്കും. അത് ആ ഒരു എരിഞ്ഞടങ്ങിയ പോലെ അവിടെ കിടക്കുക. അത് ഞാൻ പറഞ്ഞു, അവർക്കുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ അവർ മറ്റുള്ളവർ കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. മറ്റുള്ളവരെ അവരുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അവരിൽ കൂടി ജീവിക്കുന്ന ഒരവസ്ഥ. അത് ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാവ് എന്തായിരുന്നു അവന്റെ മനസ്സിലെ ആവശ്യങ്ങള്. അദ്ദേഹം ക്രൂരനായിരുന്നു, പാപത്താനായിരുന്നോ, അതേപോലെ തന്നെ ഒരു കാമുകനായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള ആ ഭാവങ്ങള് ഈ പ്രേതബാധകൾ ഏറ്റുകഴിഞ്ഞാൽ ആ ഏറ്റുള്ള വ്യക്തികൾ കൂടി അവരത് കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ആ വ്യക്തികൾ ചിലപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് അധികമായിട്ടുള്ളതായ ലൈംഗിക ഭാവങ്ങള്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആരുടെ വിഷമങ്ങള് പങ്കിടുന്നത് പോലെ അദ്ദേഹം സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ എണിക്കാതെ അങ്ങനെ ഒരു പ്രത്യേക ഭാവങ്ങള്, അല്ലെങ്കിൽ ഉഗ്രനായിട്ട് ദേഷ്യപ്പെടുക. അതൊക്കെ ആ വ്യക്തി, മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തി, അദ്ദേഹം എന്ത് തരത്തിലായിരുന്നു മരണപ്പെടുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇത് ഏറ്റിട്ടുള്ള വ്യക്തിയിൽ കൂടി പ്രകടമാകുമെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രേതദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഏതെല്ലാം ശത്രുദോഷങ്ങളോ ദുരിതങ്ങളോ, ഓരോരുത്തരും പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാമല്ലോ. അപ്പൊ ഈ ശത്രുദോഷങ്ങളൊക്കെ അതിനോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പ്രേതദോഷങ്ങൾ ഏറ്റിട്ടുള്ള സമയത്തായിരിക്കും ഇദ്ദേഹവും ഇതേപോലെ തന്നെ മരണത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുക. അപ്പൊ ഇതെല്ലാം കൂടി മരണപ്പെട്ടു പോയി ഒന്നിന്റെ മീതൊന്ന് ഇങ്ങനെ ഇട്ട് നടക്കണ്ടായിരിക്കും.
അപ്പൊ ഇതൊക്കെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന സമയത്താണ് ചിലപ്പോൾ പെട്ടെന്ന് പേടിച്ചു, അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് ആ സ്ഥലത്തേക്കും ചിലപ്പോൾ നട്ടുച്ച നേരത്ത്, നടുകൊണ്ട പാതിരയ്ക്ക്, ഈ അന്തിമോന്തി നേരത്ത്, 7:30 വെളുപ്പിന്, ഇത്തരം സമയങ്ങളിൽ അത്ര ഇവരുടെയൊക്കെ സഞ്ചാരങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇപ്പൊ പരോളിൽ ഇറങ്ങുന്ന പോലെ ഇവർക്ക് രക്ഷപ്പെടേണ്ടതായ അല്ലെങ്കിൽ അങ്ങനെ വിട്ടുപോകേണ്ടതായ സമയങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ചിലപ്പോൾ ദോഷമുള്ള ടൈമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അവിടെ വന്ന് ചേരുക. അപ്പൊ പെട്ടെന്ന് വല്ല നായ്ക്കൾ ഓടിയെത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് പെട്ടെന്ന് അങ്ങനെ ഒരു ആന്തൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കൂടി തന്നെ അവർ പ്രവേശിക്കുന്നു, ആ ശരീരത്തിലേക്ക് അവരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയണത്. പെട്ടെന്ന് പേടിക്കല്. അപ്പൊ 4 കൂടിയ മുക്ക് അല്ലെങ്കിൽ 3 കൂടിയ മുക്കുട്ട എന്ന് പറയും. 3 കൂടിയ വഴി അല്ലെങ്കിൽ 4 കൂടിയ നാൽക്കവല, അല്ലെങ്കിൽ ആൾ സഞ്ചാരമില്ലാത്തതായ ഭാഗങ്ങള്, ആൾ സഞ്ചാരമില്ലാത്ത വീടുകള്, അതേപോലെ തന്നെ ക്ഷേത്രം നിശ്ചിത സ്ഥലങ്ങള്, പിന്നെ ഈ കാലികൾ മേയുന്നിടത്ത്, അതേപോലെ തന്നെ ഈ ബോഡികളൊക്കെ മറവ് ചെയ്തിട്ടുള്ള ശവപ്പറമ്പ്, അല്ലെങ്കിൽ ഇത്തരം മരണപ്പെട്ടു പോയിട്ടുള്ള ദിക്കുകളില് ഇവരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയാം. ആ സമയത്ത് ചിലപ്പോൾ ആരും വന്നില്ല, അതിനൊന്നും ഉണ്ടാവില്ല, ആരും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഏറ്റു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇയാള് ഈ വക കോപ്പറേറ്റുകളും ഭാവവ്യത്യാസങ്ങളൊക്കെയാണ് കാണിക്കുക. അത് ചെറിയ ആളായാലും ശരി, വലിയ ആളായാലും ശരി. ഉറക്കമുണ്ടാവില്ല, ചിലപ്പോൾ കരച്ചിലും ബഹളം, ദേഷ്യപ്പെടലും, രോഗങ്ങളും, അതേപോലെ ഭക്ഷണത്തിനോട് ചിലർ ആർത്തി കാട്ടും, ചിലർ ഭക്ഷണം കഴിക്കില്ല, ചിലർ പെട്ടെന്നുള്ള അടിക്കാം. അപ്പൊ ഈ സമയത്ത് ഇങ്ങനൊക്കെ ആയിട്ട് ദുരിതങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോളം ചിലത് വെച്ചിട്ടുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കർമ്മിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ ചരടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചരട് അവരുടെ ശരീരത്തിലേക്ക് അവിടെ മുട്ടുമ്പൊഴിക്കലും തുടങ്ങും ബുദ്ധിമുട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഈ സംഗതികളൊക്കെ ഇരിക്കുക. അപ്പൊ അതിനെ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയറിഞ്ഞ് എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെയുള്ളത്, അതൊക്കെ അറിഞ്ഞിട്ട് പ്രേതദോഷങ്ങളുണ്ടോ, ശത്രുദോഷങ്ങളുണ്ടോ, ശത്രുദോഷത്തില് കാരണം ഇതൊരു സെറ്റായിട്ട് നടക്കുക. ഇപ്പൊ ഒരു മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാള്, ആ അദ്ദേഹം ഒരു കർമ്മിയാണ്, ഒരു തുള്ളക്കാരനാണ്, ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ഒരു ഉപാസകനാണെന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ സാധാരണ മരണമായിരിക്കാം, അല്ലെങ്കിൽ കടുമരണമായിരിക്കാം. അപ്പൊ ഇവന്റെ മൂർത്തികളോട് കൂടിയിട്ട് തന്നെ ഇവനുണ്ടാവുക. കാരണം മരിക്കുന്നതിന് മുൻപ് ഇത് രണ്ടോടാക്കിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞാലും ഈ മൂർത്തികളുടെ ബന്ധം ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടത്തോടു കൂടി ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാവും നടക്കുക. ആ കർമ്മി അത്ര നല്ല കർമ്മി ആണെങ്കിൽ അപ്പൊ മരിച്ചാലും ഇത് പിടുത്തം വിട്ടു പോവില്ല. അപ്പൊ ഈ പ്രേതങ്ങളും മൂർത്തികളൊക്കെ കൂടിയിട്ട് നടക്കുക. അപ്പൊ ഇവർ ഉപദ്രവിക്കാൻ അതിന് എക്സ്ട്രാ പവർ ഉണ്ടാവുക. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ചാത്തനാവും, കാളിയോ മറ്റോരാവും, ഇവർക്ക് അപ്പൊ പിന്നെ ഒരു സ്നേഹഭാവമല്ല ഉണ്ടാവുക, അതിക്രൂരമായിട്ടുള്ള ഭാവം ഉണ്ടാവുക. അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞാല് ഈ ചാത്തനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവര് മാറില്ല. അപ്പൊ ഇവരിനെ മാറണമെങ്കിൽ ഇവരെ മാറ്റി തന്നെ വേണം. അത് ശത്രുദോഷത്തിലോ വന്നിട്ടുള്ളത് സ്ഥലപരമായിട്ടുള്ളതാണോ, ഈ പ്രേതാത്മാവിന്റെ ഒപ്പം ഉള്ളതാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനെ കർമ്മം ചെയ്യാൻ. അങ്ങനെ ഈ കർമ്മം ചെയ്തിട്ട് ഈ മൂർത്തികളെ സാധാരണ ഏതെങ്കിലും ഉപാധികളിലേക്ക് ആവാഹിച്ച് അതിനെ മാറ്റാം. പ്രേതദോഷങ്ങൾ അതിനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കൊക്കെ ആവാഹിച്ചാലേ ചിലപ്പോൾ അത് വിട്ടുപോകുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊക്കെ, സർപ്പത്തിന്റെ ദുരിതമുണ്ടോ, മറ്റും ആ പ്രേതാത്മാക്കളുടെയോ മൂർത്തികളുടെയോ അതൊക്കെ അറിഞ്ഞിട്ട് അതിനെ കൃത്യമായിട്ട് മാറ്റി അതിനുശേഷം വേണം ഏലസോ മറ്റോ ഇദ്ദേഹത്തിന് ധരിക്കാൻ കൊടുക്കാൻ. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു ചരടുണ്ടാക്കിയിട്ടോ വേറെ ഏലസ് കെട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം ആൾക്ക് കൂടുതൽ അനർത്ഥങ്ങളുണ്ടാവും, വിമിഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കുക. കർമ്മിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഈ അവസ്ഥയില് അതും എന്താണ് ചരടിനായിട്ട് അപേക്ഷിക്കരുത്. അല്ലെങ്കിൽ കൊടുക്കുന്ന ആള് അത് ഒരു നിസ്സംഗഭാവത്തില് ഇത് കൊണ്ടുപോയി കെട്ടിക്കൊള്ളോ, ശരിയാവുമെന്ന് വിചാരിക്കരുത്. കാരണം അവരുടേതായ ദോഷങ്ങൾ ആ കർമ്മയ്ക്കും കർമ്മയുള്ള മൂർത്തികൾക്കും അത് ഏൽക്കും. അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒന്നുകിൽ നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കൃത്യമായിട്ട് അതിനെ അറിഞ്ഞിട്ട് വരുമെന്ന് പറയാം. അല്ല നോക്കാൻ അറിയുന്ന ആളാണെങ്കിലും നോക്കുക, അന്നത്തെ നക്ഷത്രപ്രകാരമോ ഗ്രഹനില പ്രകാരമൊക്കെ നോക്കുക. അല്ലെങ്കിൽ പ്രശ്നം വെച്ച് നോക്കിയാലേ കൃത്യമായിട്ട് അറിയുള്ളൂ. പ്രശ്നം വെച്ച് നോക്കിയാൽ തന്നെ മാറി നിൽക്കുന്നതാണ്. അത്രയും മൂർത്തിയുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടെല്ലാം വെളിവായിട്ട് വരൂ. അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യുക. ആ പരിഹാരം ചെയ്തിട്ട് പ്രേതാത്മാക്കളെ കൃത്യമായിട്ട് മോക്ഷം കൊടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാം. ലാസ്റ്റ് തിലഹോമൻ ക്ഷേത്രത്തിന്റെ സായുജ്യമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ദുരിതങ്ങളൊക്കെ വിട്ടുമാറും. മറ്റു മൂർത്തികളെയും അതിന്റെ ഉചിതമായിട്ടുള്ള തരത്തിൽ നീക്കം ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഏലസോ ചരടോ നെല്ല് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.